എപ്പോഴും ചിരിച്ചുകൊണ്ട് ഓടി നടക്കുന്നൊരു മാലാഖ, അതാണ് സിസ്റ്റർ ഹേസ്ലെറ്റ്. സിസ്റ്റർ ഹേസ്ലെറ്റ് മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സ്വർഗത്തിൽ ജനിച്ചു എന്നുള്ളതാണ്. സമർപ്പ ജീവിതം സന്തോഷകരമായി നയിച്ചു. സന്തോഷകരമായി തന്നെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരികെ പോയി. ഇത്രയും വലിയൊരു സെൻഡ് ഓഫ് എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രിഗേഷനിൽ ആർക്കും കിട്ടിക്കാണില്ല. പിതാക്കന്മാർ, മന്ത്രിമാർ, MLA മാർ, MP മാർ, അതുപോലെ കോതമംഗലം, ഇടുക്കി രൂപതകളിലെ വൈദികർ, സമർപ്പിതർ, മറ്റൽമായ സഹോദരി സഹോദരന്മാർ. കാരണം എല്ലാവരുടെയും സ്വന്തമായിരുന്നു സിസ്റ്റർ ഹേസ്ലെറ്റ്. എല്ലാവരും ഹേസ്ലെറ്റിനും സ്വന്തമായിരുന്നു, ഈശോയുടെ സ്വന്തമായിരുന്നു. അതുകൊണ്ട് ഈശോ സ്വന്തമായതിനെ തിരികെ എടുത്തു. അത്രമാത്രം നമുക്ക് പറയാനുള്ളൂ. വേറെ ഒരു വാക്കും നമുക്ക് പറയാനില്ല. 1-ാം തീയതി ജനറലേറ്റിലേക്ക് ചെല്ലണമെന്ന് ജനറാളമ്മ പറഞ്ഞു. പക്ഷേ ഈശോ പറഞ്ഞു സ്വർഗത്തിലേക്ക് ചെല്ലണമെന്ന്. ഈശോയുടെ വിളിയാണ് കേട്ടത്. കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു വിശുദ്ധയെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കോതമംഗലം രൂപതയ്ക്ക് ചെയ്ത ശുശ്രൂഷകളെ ഇവിടെ പലരും സൂചിപ്പിക്കുകയുണ്ടായി. കുട്ടികൾക്ക് മിഷൻ ലീഗ് വഴി, യുവാക്കൾക്ക് യുവദീപ്തി വഴി, മാതാക്കൾക്ക് മാതൃവേദി വഴി, അതുപോലെ തന്നെ ഇടവകളിലെ ധ്യാനങ്ങൾ, സ്കൂളുകളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന വഴിയായിട്ട് സമർപ്പിത ജീവിതത്തിൻ്റെ ഈ വെല്ലുവിളി നേരിടുന്ന അവസരത്തിൽ സിസ്റ്ററിൻ്റെ ജീവിതം ഒരു വെല്ലുവിളിയായിരുന്നു. സമർപ്പ ജീവിതം സന്തോഷകരമാണെന്ന് ലോകത്തിന് വിളിച്ചു പറഞ്ഞ ഒരു ജീവിതമായിരുന്നത്. ജനറാളമ്മയോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ജനറാളമ്മ ഏൽപ്പിക്കുന്ന ഏത് കാര്യവും ഈശോയും ഞാനും പരിശുദ്ധാത്മാവും കൂടി ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ സ്വർഗത്തിലെത്തണം. 1-ാം തീയതി ഈ ദൗത്യം ഏറ്റെടുക്കാമെന്ന് ജനറാളമ്മയോട് വാഗ്ദാനം ചെയ്തിരുന്നു. സ്വർഗത്തിലെത്തി ഈശോയും പരിശുദ്ധാത്മാവും സിസ്റ്റർ ഹേസ്ലെറ്റും കൂടി നിങ്ങളേൽപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുക്കും, സംശയമൊന്നുമില്ല.